അധ്യായം 5. ലെസ്ബിയൻ ഡോക്ടറെ വിവാഹം കഴിച്ച യുവാവിൻ്റെ കഥ. വിവാഹ ജീവിതത്തിൽ തകർക്കുന്നത് എല്ലായ്പ്പോഴും വെറുപ്പല്ല, ചിലപ്പോൾ പറയാതിരുന്നൊരു സത്യമാണ്. വിവാഹത്തിനു മുമ്പ് മറച്ചുവെച്ച യാഥാർത്ഥ്യം വിവാഹശേഷം ഏറ്റവും വലിയ വഞ്ചനയായി മാറും. ബംഗളൂരുവിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിച്ച് മടങ്ങുകയായിരുന്നു ഞാൻ. ആശുപത്രിയുടെ നീണ്ട വരാന്തയിലൂടെ പതുക്കെ നടന്ന് പുറത്തേക്ക് വരുമ്പോൾ അല്പം മാറി ഒരു കസേരയിൽ തലകുനിച്ചിരിക്കുന്ന ഒരു യുവാവിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി. മുഖത്ത് ഉറക്കച്ചിടവിൻ്റെ ക്ഷീണം. ചുറ്റും നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അയാൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടവനെ പോലെ തോന്നി. ആ മുഖം എനിക്ക് അപരിചിതമായിരുന്നില്ല. ഞാൻ പതുക്കെ അടുത്തേക്ക് നടന്നു. വിവേക്. അയാൾ പതുക്കെ തല ഉയർത്തി. ഒരു നിമിഷം എന്നെ നോക്കി, പിന്നെ എഴുന്നേറ്റു. സർ. ആ ഒരു വാക്കിൽ തന്നെ മാസങ്ങളായി നെഞ്ചിൽ അടക്കി വെച്ച വേദനയുടെ ഭാരം ഞാൻ തിരിച്ചറിഞ്ഞു. അത് വിവേകായിരുന്നു. മുംബൈയിൽ ഞാൻ നയിച്ച ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്ന യുവ പ്രൊഫഷണൽ. ക്ലാസ്സിലുടനീളം ശാന്തനായിരുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടിരുന്ന വിനയവും പക്വതയും നിറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. അന്ന് അയാളുടെ മുഖത്ത് ഞാൻ കണ്ടത് പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇന്നോ അതേ മുഖത്ത് ഞാൻ കാണുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ നിശബ്ദ നിലവിളിയായിരുന്നു. എന്തുപറ്റി വിവേക്? ആരാണ് ഇവിടെ കിടക്കുന്നത്? അമ്മ സർ. എന്തുപറ്റി? ഞാൻ തിടുക്കത്തിൽ ചോദിച്ചു. അമ്മയ്ക്ക് ഒരു അറ്റാക്ക്. ആ വിവാഹവേദിയിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. വരൻ്റെ മാതാപിതാക്കൾ അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിൽ. വധുവിൻ്റെ അമ്മയുടെ കണ്ണുകളിൽ ആശ്വാസം. മകളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത്. എൻ്റെ മകളുടെ ജീവിതം ഇനി സുരക്ഷിതമാണ്, അവർ വീണ്ടും വീണ്ടും അതിഥികളോട് പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ വരൻ്റെ അമ്മയുടെ മനസ്സിലും സന്തോഷം നിറഞ്ഞു. ദൈവം ഞങ്ങളെ ഒരു കുടുംബത്തെ സഹായിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവർ ഭർത്താവിനോട് പതുക്കെ പറഞ്ഞു. ആ കഥയിലെ നായകൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന വിവേകായിരുന്നു. 32 വയസ്സ്, ഉയർന്ന വിദ്യാഭ്യാസം, മൃദു സ്വഭാവി, ഒരിക്കലും ആരെയും വേദനിപ്പിക്കാത്ത യുവാവ്. അച്ഛൻ വിരമിച്ച പ്രൊഡക്ഷൻ എഞ്ചിനീയർ, സമ്പന്നൻ. അമ്മ ബിരുദാനന്തര ബിരുദധാരി. സമ്പത്തിനേക്കാൾ മനുഷ്യബന്ധങ്ങളെ വിലമതിച്ച കുടുംബം. അവരുടെ വീട്ടിൽ ഒരു തീരുമാനവും ഒരാളുടേത് മാത്രമായിരുന്നില്ല, അത് എപ്പോഴും നമ്മുടെ തീരുമാനമായിരുന്നു. ഒരു ദിവസം വിവേകിൻ്റെ അമ്മയുടെ പഴയ സുഹൃത്ത് വീട്ടിലെത്തി. അവരുടെ മുഖത്ത് വർഷങ്ങളുടെ വേദനയുണ്ടായിരുന്നു. എൻ്റെ മകളുടെ വിവാഹം തകർന്നു, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളൊരു ഡോക്ടറാണ്, പക്ഷേ കെട്ടിയൊഴിഞ്ഞ പെണ്ണിന് എന്ത് വിലയാണ് നമ്മുടെ സമൂഹം നൽകുന്നത്, അവർ വേദനയോടെ പറഞ്ഞു. ആ അമ്മയുടെ കണ്ണീർ വിവേകിൻ്റെ അമ്മയെ വല്ലാതെ സ്പർശിച്ചു. ആഴ്ചകൾ നീണ്ട സംഭാഷണങ്ങൾ, സഹതാപം, കരുണ. നമ്മൾ സഹായിക്കണം, അവർ ഭർത്താവിനോട് പറഞ്ഞു. ആരും എതിർത്തില്ല. അവസാനം വിവേകിനോട് ചോദിച്ചു, അമ്മയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ എനിക്കും വിശ്വാസമുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. വിവാഹത്തിൻ്റെ ആദ്യ രാത്രി, ഓരോ പുതുമണവാളിനും ജീവിതകാലം മുഴുവൻ ഓർക്കുന്ന രാത്രി. പക്ഷേ വിവേകിൻ്റെ മനസ്സിൽ ആദ്യ സംശയം അന്നേ ജനിച്ചു. അവൾ തുടർച്ചയായി ഫോണിലായിരുന്നു. രാത്രി വൈകിയും ഒരാളുമായി ചാറ്റ്, ചിരികൾ, മെസ്സേജുകൾ, മറച്ചുപിടിച്ച സംഭാഷണങ്ങൾ. ആരാണ്? വിവേക് മൃദുവായി ചോദിച്ചു. ഒരു സുഹൃത്ത്, അതായിരുന്നു മറുപടി. അവനതിൽ കൂടുതൽ ഒന്നും ചോദിച്ചില്ല. വിശ്വാസം സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് അവൻ കരുതിയിരുന്നു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ സുഹൃത്തിൻ്റെ സാന്നിധ്യം അസാധാരണമാകാൻ തുടങ്ങി. വീട്ടിൽ സ്ഥിരം വരവ്, മണിക്കൂറുകളോളം അടഞ്ഞ മുറിയിൽ സംഭാഷണം, പുറത്തിറങ്ങുമ്പോൾ അസ്വാഭാവികമായ അടുപ്പം. വിവേകിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. എന്താണ് സംഭവിക്കുന്നത്? ഒരു ദിവസം അവൻ തുറന്നു ചോദിച്ചു. അതുമുതൽ സംഭാഷണം അവസാനിക്കുകയും തർക്കം ആരംഭിക്കുകയും ചെയ്തു. നീ എന്നെ സംശയിക്കുകയാണോ? അവൾ ചോദിച്ചു. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, വിവേക് പറഞ്ഞു. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള അകലം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. ചില ദിവസങ്ങൾക്കകം അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാം എന്ന് പറഞ്ഞായിരുന്നു പോയത്. പക്ഷേ ആ മടങ്ങിപ്പോക്ക് തിരിച്ചുവരവായില്ല. അതിനുശേഷം ആരംഭിച്ചത് മറ്റൊരു യുദ്ധമായിരുന്നു. ഫോൺ വിളികൾ, കുടുംബയോഗങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങൾ, ബന്ധുക്കളുടെ ഇടപെടൽ. ഓരോ കൂടിക്കാഴ്ചയും പുതിയ ആരോപണങ്ങളിലേക്ക് വഴിമാറി. വിവേകിൻ്റെ കുടുംബം നിരന്തരം ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്: വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ വിശ്വാസം ഇതിനകം തകർന്നിരുന്നു. പിന്നീട് നിയമ നടപടികളായിരുന്നു. പരാതികൾ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത അപവാദങ്ങൾ, ഗാർഹിക പീഡന ആരോപണങ്ങൾ.
അവളുടെ വക്കീൽ ഉപദേശിച്ച വിധം അവൾ കഥകൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. നോട്ടീസുകൾ, കോടതി വരാന്തകൾ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവേകിൻ്റെ മാതാപിതാക്കൾക്ക് അതിക്രൂരമായ മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഒരു കുടുംബം ഒരിക്കൽ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പോലീസിൻ്റെ പെരുമാറ്റം, അവർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത നിയമക്കുരുക്കുകൾ. വിവാഹ മണ്ഡപത്തിൽ തുടങ്ങിയ ആ ബന്ധം കോടതി മുറിയുടെ ഫയലുകളിലായി മാറി. ഇതിനിടെ വിവേക് ഭാര്യയുടെ ആദ്യ ഭർത്താവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അവൾ ഒരു ലെസ്ബിയൻ ആയിരുന്നുവെന്നും ആദ്യ വിവാഹം പരാജയപ്പെടാനുള്ള കാരണവും അതായിരുന്നു എന്നും മറ്റും. ഇതിനിടെ വിവേകിൻ്റെ വിദേശയാത്രയ്ക്കുള്ള വിലക്ക് സമ്പാദിക്കാനും അവൾക്ക് കഴിഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ വിവേകിൻ്റെ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അമിത അനുകമ്പ എല്ലാം നശിപ്പിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ? ഇന്ന് ഞാൻ ആകെ തകർന്നുപോയി മോനെ. അവൾ നിൻ്റെ അച്ഛനെപ്പറ്റി അരുതാത്ത ആരോപണം പറയുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവർ ദുഃഖത്തോടെ പറഞ്ഞു, അവളല്ലമ്മേ ഇതൊക്കെ പറയുന്നത്. അവളുടെ വക്കീൽ കേസ് ജയിക്കാനായി അവളെ പഠിപ്പിക്കുന്നതാണിതൊക്കെ. സംസാരത്തിനിടയിൽ അമ്മ കുഴഞ്ഞു വീണു. കഴിഞ്ഞ 36 മണിക്കൂറായി അമ്മ വെന്റിലേറ്ററിലാണ് സർ. ഈ കഥ കേട്ട ശേഷം ഞാൻ ഏറെ നേരം ചിന്തിച്ച ഒരു കാര്യമാണ്, ഒരാൾ ലെസ്ബിയൻ ആകുന്നതോ ഗേയോ ബൈസെക്ഷലോ ആകുന്നതോ അതൊരു കുറ്റമല്ല. അത് ഒരാളുടെ വ്യക്തിപരമായ തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. അത്തരം വ്യക്തികൾക്കും മറ്റെല്ലാവരെയും പോലെ സന്തോഷത്തോടും ബഹുമാനത്തോടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ വിവാഹം മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണെന്ന് നാം മറന്നുകൂടാ. അതാണ് സത്യസന്ധതയ്ക്ക് പകരം മറ്റൊന്നിനും സ്ഥാനം പിടിക്കാനാവില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിവാഹ ജീവിതം ആഗ്രഹമില്ലെങ്കിൽ അത് തുറന്നു പറയുക. നിങ്ങളുടെ ജീവിത സാഹചര്യം വിവാഹത്തെ ബാധിക്കുമെങ്കിൽ അതും തുറന്നു പറയാൻ മടിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് മറ്റൊരു ജീവിതത്തിലാണെങ്കിൽ അത് തീർച്ചയായും തുറന്നു പറഞ്ഞിരിക്കണം. കാരണം മറച്ചുവെച്ച സത്യത്തിൻ്റെ മുകളിൽ പണിയുന്ന വിവാഹം ഒരു നാൾ തകർന്നു വീഴുക തന്നെ ചെയ്യും. ഈ കഥയുടെ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ലൈംഗിക അഭിരുചിയെ വിമർശിക്കുകയല്ല നാം ഇവിടെ. മറിച്ച് വിവാഹത്തിന് മുമ്പ് പറയേണ്ട സത്യങ്ങൾ മറച്ചു വെച്ചാൽ അതിൻ്റെ വില 2 മനുഷ്യർ മാത്രമല്ല, പലപ്പോഴും 2 കുടുംബങ്ങളാണ് കൊടുക്കേണ്ടി വരിക. ചിലപ്പോൾ ആ വില കൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ ജനിക്കാനിരിക്കുന്ന കുട്ടികളായിരിക്കാം, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മാനസികമായി തകർന്നു പോകുന്ന ഒരു പാവം നിരപരാധിയായിരിക്കാം. ഈ കഥ നമ്മെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, സഹതാപം ഒരു നല്ല ഗുണമാണ്. പക്ഷേ സഹതാപം മാത്രം ഒരു വിവാഹത്തിന് അടിത്തറയാകരുത്. വിവാഹത്തിന് കരുണയല്ല, പരസ്പര പൊരുത്തവും സത്യസന്ധതയും പ്രതിബദ്ധതയുമാണ് ആവശ്യമായുള്ളത്. രണ്ടാമതായി, വിവാഹത്തിന് മുമ്പ് നിർണായക സത്യങ്ങൾ പരസ്പരം വെളിപ്പെടുത്തണം. ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പിന്നീട് അറിയാനുള്ളവയല്ല, മുമ്പേ അറിയാനുള്ളതാണ്. അതാണ് യഥാർത്ഥ ബഹുമാനം. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, വിവാഹം സമ്മതമല്ല, അറിഞ്ഞുകൊണ്ടുള്ള സമ്മതം അഥവാ ഇൻഫോംഡ് കൺസെൻറ്റ് കൂടിയാണ്. ജീവിതത്തെ ബാധിക്കുന്ന സത്യങ്ങൾ അറിയാതെ നൽകിയ സമ്മതം യഥാർത്ഥ സത്യമാണോ? ഈ ചോദ്യം സമൂഹം ഗൗരവമായി ചിന്തിക്കേണ്ട സമയമായി. നാലാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഒരു ആരോപണം ഉയർന്നാൽ അത് ആരുടെ ഭാഗത്തു നിന്നായാലും അത് നിയമപരമായും നിഷ്പക്ഷമായും പരിശോധിക്കപ്പെടണം. സത്യം കണ്ടെത്തുകയാണ് നീതിയുടെ ലക്ഷ്യം, മുൻകൂട്ടി കുറ്റവാളികളെ കണ്ടെത്തുകയല്ല. ഇനി നാം അറിഞ്ഞിരിക്കേണ്ടത്, വിവാഹം വിശ്വാസത്തിൻ്റെ മറ്റൊരു രൂപമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരേ വീട്ടിൽ താമസിക്കാം, പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. അവസാനമായി സമൂഹത്തോടൊരു ചോദ്യം. വിവാഹ ചടങ്ങിന് മുമ്പ് വിവാഹ ജീവിതത്തെ ബാധിക്കുന്ന നിർണായക സത്യങ്ങൾ ഇരുവരും സ്വതന്ത്രമായി വെളിപ്പെടുത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ട സമയം വന്നിട്ടില്ലേ? ഒരു വീട് വാങ്ങുമ്പോൾ പോലും 100 രേഖകൾ പരിശോധിക്കുന്ന നമ്മൾ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങൾ പോലും പരിശോധിക്കാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിപരമായ തീരുമാനമാണോ? വിവാഹം വിജയിക്കുന്നത് 2 മനുഷ്യർ ഒരുപോലെ ആയതുകൊണ്ടല്ല, അവർ പരസ്പരം സത്യസന്ധരായതുകൊണ്ടാണ്. സ്നേഹം വിവാഹം ആരംഭിക്കും, പക്ഷേ സത്യസന്ധത മാത്രമാണ് അതിനെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുക.